നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ മിന്നും വിജയത്തിന്റെ ആഘോഷ ലഹരിയിലാണ് UDF പ്രവർത്തകർ. നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDFന്റെ വിജയത്തിനുള്ള ഇന്ധനമായി മാറുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ 100-ലധികം സീറ്റുകൾ നേടി UDF അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കരസ്ഥമാക്കുമെന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിലുള്ളത് എന്നതാണ് VD സതീശൻ പറഞ്ഞത്. ഇതുവരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടി VD സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. UDF ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. ആഘോഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു നിലമ്പൂരിൽ. അവിടെ ആ ആഘോഷങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് UDF നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ വിലയിരുത്തുന്നത്? പ്രവർത്തകരുടെ ആനന്ദം, ആഘോഷം അതൊക്കെ ഏത് നിലയിൽ പുരോഗമിക്കുന്നു നിലമ്പൂരിൽ? ടോമികൃഷ്ണൻ, നിലമ്പൂർ ടൗൺ നിശ്ചലമായിക്കൊണ്ടാണ് UDFന്റെ പ്രവർത്തകർ ഈ വിജയത്തെ ആഘോഷമാക്കുന്നത്. കൊട്ടിക്കലാശത്തിന് കണ്ടതൊരു സാമ്പിളാണെങ്കിൽ ഇന്ന് വിജയാഘോഷം അവർ തിമിർത്താടുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കോൺഗ്രസിന്റെയും UDFന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ അടുത്ത നിര ഈ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അവർ അവരുടെ ബാപ്പുട്ടിയുടെ വിജയത്തെ ആഘോഷമാക്കുകയാണ്. കഴിഞ്ഞ 25 ദിവസം അഹോരാത്രം പണിയെടുത്തതിന്റെ റിസൾട്ട് അവർക്കുണ്ടായി. നേരത്തെ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിനും UDFനും ഒക്കെ ഒത്തൊരുമയില്ല, അതല്ലെങ്കിൽ അത് മുതലെടുത്ത് ഇടതുപക്ഷവും ഒക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നതാണ് ഇന്നത്തെ ഇതിലൂടെ പെർഫോമൻസ്. ഓരോ പഞ്ചായത്തിനും കൃത്യമായ ലീഡ് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ആവേശവും സന്തോഷവും ഒക്കെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ നിലമ്പൂരിന്റെ ഓരോ പ്രദേശങ്ങളിലും കാണാൻ സാധിച്ചത്. ആദ്യ ബൂത്ത് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ UDF ക്യാമ്പിൽ ആഘോഷം ആരംഭിച്ചിരുന്നു. അത് പിന്നീട് ലീഡ് ഉയർന്നതനുസരിച്ച് ആളുകളെല്ലാവരും UDFന്റെ പ്രവർത്തകർ എല്ലാവരും ഇക്കാണുന്ന നിലമ്പൂർ ടൗണിലേക്ക് എത്തുകയും നിലമ്പൂർ ടൗൺ ഇപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിലായിരിക്കുകയാണ്. ആഘോഷം അതിന്റെ സന്തോഷം അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റ് UDFന്റെ ഘടകകക്ഷികൾ എല്ലാവരും തന്നെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ ഒരു ഏകപക്ഷീയമായ ഒരു വൺ ഹാൻഡഡ് ഫൈറ്റ് ആണെങ്കിൽ ഇവിടെ LDF അവരുടെ നിലപാട് സ്വരാജിനെ നിർത്തിയതോടുകൂടി അവർ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലമ്പൂർ ഞങ്ങൾക്ക് സാധ്യതയുള്ള മണ്ഡലമാണ്, നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് LDF സ്വരാജിലൂടെ പ്രഖ്യാപിച്ചു.